നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ഇന്ന് രാവിലെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു ശ്രീനിവാസന്റെ അന്ത്യം. 69 വയസ്സായിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ശ്രീനിവാസൻ. ഡയാലിസിസിന് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാവിലെ 8:30 മരണം സ്ഥിരീകരിച്ചു. ഭാര്യ വിമല ഒപ്പമുണ്ടായിരുന്നു. ചെന്നൈയിലേക്ക് യാത്ര തിരിച്ച മൂത്ത മകൻ വിനീത് ശ്രീനിവാസൻ വിമാനത്താവളത്തിൽ നിന്ന് ആശുപത്രിയിലേക്കെത്തി. സിനിമാ ചിത്രീകരണത്തിലായിരുന്ന ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസൻ ഉദയംപേരൂരിലെ വീട്ടിലെത്തി. അസുഖബാധിതനായി ഏറെ തളർന്നപ്പോഴും പൊതുവേദികളിൽ ഉൾപ്പെടെ സജീവമായിരുന്ന പ്രിയതാരത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ഉദയംപേരൂരിലെ കണ്ടനാട്. പ്രിയതാരത്തിനെ അവസാനമായി കാണാൻ കണ്ടനാട്ടെ വീട്ടിലേക്ക് നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ശ്രീനിവാസന്റെ വിയോഗം സിനിമാ ലോകത്തിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തന്റെ ശൈലിയിലൂടെ, നല്ല മൂർച്ചയേറിയ പരിഹാസങ്ങളിലൂടെ സിനിമ കാണുന്നവരെ വലിയൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു. എല്ലാ രീതിയിലും കനത്ത നഷ്ടം, വ്യക്തിപരമായും വലിയ തോതിലുള്ള ഒരു നഷ്ടം ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. 24-ന് വേണ്ടി ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആദരമർപ്പിച്ചു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ടൗൺ ഹാളിലെത്തി. പ്രിയതാരത്തെ അവസാനമായി കാണാൻ നിരവധി പേരാണ് ടൗൺ ഹാളിലേക്കെത്തിയത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.